രാത്രിയിൽ അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ പതിവായി വരാറുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ അച്ഛനും മകളും. വന്നുപോകുന്നവരെ കണ്ടെത്താൻ ഒരു സഹായിയായി എത്തുകയാണ് ഒരാൾ. കണ്ടെത്തൽ ദൗത്യം പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്ന ഇയാൾ എങ്ങനെ കരുക്കൾ നീക്കും? കാണാം പ്രാങ്ക് കെണിയൊരുക്കിയ വേറിട്ട ഓ മൈ ഗോഡ് കഥ. മോളെ, ബിജു മച്ചാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. നീ ലൈറ്റ് ഇട്ട് വെച്ചല്ല? ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. ബിജു ഇരി ബിജു. നല്ല സുഖം. അന്നത്തെ പോലെ എനിക്ക് ഇനി ഒരു റൗണ്ട് കൂടെ ഒഴിച്ച് തരണം. എൻ്റെ ചേട്ടൻ്റെ മോളാണ്, മുറയ്ക്ക് ഞാൻ കൊച്ചച്ഛനാണ്. ബിജു, എന്ത് വിഷയം? ഈ ചേട്ടൻ ഇവിടെ നിന്ന് അങ്ങ് സിംഗപ്പൂരാണ്. ഞാൻ അന്ന് നീ മറന്നു പോയെന്നാണ്. അതെ അതെ, അങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ ഇപ്പം ഈ സമയമാകുമ്പം ഒരുത്തൻ കറക്റ്റായിട്ടൊരു പെണ്ണിനെയും കൊണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കൊച്ചച്ഛൻ്റെ അടുത്ത് വന്ന് ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അങ്ങനെ റൂമാണോ ആ റൂമാണോ നോക്കണ്ട. എമ്മിന് ശബ്ദം കേൾക്കുന്ന എനിക്കറിയാം. ഇവിടെ ഇപ്പം ഒന്നും വേണ്ട, ഇതിൻ്റെ അടിയിൽ കിടക്കണം. ഞാൻ നമ്പർ തന്നിട്ട് പോകും. ഞങ്ങൾ പുറത്തുണ്ടാവും. മിസ് കോൾ അടിക്കുക, ഞങ്ങൾ വരും. എന്തു വന്നാലും ഞങ്ങൾ വരാതെ ഇതിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേക്കരുത്. മനസ്സിലായ? അവര് വന്നിട്ട് അല്ലേ, അവര് വന്നിട്ട് കുറച്ചു നേരം എന്താ നോക്കണമല്ലോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊച്ചച്ഛന്റെ ഫോണിലോട്ട് വിളിച്ചാൽ മതി. എന്തിനാണ് ചെയ്യുന്നത്? വരുമ്പോഴൊന്നും പറയരുത്, കാരണം എന്ത് ചെയ്യണോ നമുക്ക് അറിയണമല്ലോ. ചെറിയൊരു പിച്ചാ ഒന്നും ചെയ്യണ്ട. കുറച്ച് അവരെന്ത് ചെയ്യണമെന്ന് നോക്കുക. ഇതിന്റെ അടിയിൽ നിന്ന് എണീക്കരുത്. ഞങ്ങൾ വന്നിട്ട് എണീക്കാവും. ഞങ്ങളെ വിളിക്കണം അല്ലേ? ദൈവത്തെ ഓർത്ത് ഒരു വിഷയം ഉണ്ടാക്കരുത്. അതായത് എൻ്റെ ബിജു, നിനക്ക് ഭയങ്കര ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. മുൻദേഷ്യം കാണിക്കരുത്. വേറെ കാര്യമുണ്ട്, ഞാൻ വെട്ടരണ്ടുണ്ടെന്നുള്ള അത് എനിക്കറിയാം. കളരിയൊക്കെ അറിയാമോ? നടവുകൾ നടക്കും. ഒരു കാര്യം മറക്കരുത്, എന്ത് വന്നാലും മുൻദേഷ്യം കാണിക്കരുത്. ഞങ്ങൾ ഇവിടെ വരുന്നിടം വരെ ഇവിടെ മാറരുത്. എന്റെ അടിയിൽ ബിജു ഉണ്ടെന്ന് ഡൗട്ടേ കൊടുക്കരുത്. അവിടെ മൊത്തം വലയും നീറൊക്കെ കടിച്ചിരുന്നു. നീറൊക്കെ എങ്ങനെ നീയാണ് ഇവിടെ കയറി? നിങ്ങൾ അവിടെ വെച്ചിരുന്ന ഈ വീട്ടുകാർ കാണത്തില്ലേ? ഞാൻ അവിടെ പെയിന്റിങ്ങിന്റെ പണിക്ക് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെയിന്റിങ്ങിന്റെ പണിക്ക് വന്നപ്പം ഞാൻ അവിടെ കെട്ടി വെച്ചത്. രണ്ടാമത് നല്ല പണി ചെയ്തപ്പം പിന്നെ അവരെ ശ്രദ്ധിച്ചില്ല, ഞാൻ അഴിച്ചില്ല. അത് നമുക്ക് ഉപകാരപ്പെട്ടില്ലേ? ലൈറ്റൊക്കെ ഇട്ടിട്ട് പോവാ. ആളില്ലാത്തോണ്ട് ലൈറ്റ് ഇട്ടിട്ടു. അതിന്റെ കുഴപ്പമില്ല, താമസം ഉണ്ടെന്ന് വിചാരിക്കും. ഓ, അതല്ലേ പറഞ്ഞേ, നമുക്ക് പതുക്കെ സമാധാനം വിചാരിക്കും. ഇവിടെ സ്ഥിരം നിന്നോടെ. സ്ഥിരം നിൽക്കാനാ? പകൽ വല്ല കഞ്ഞി വല്ലം വയ്ക്കുമ്പോ പോകാൻ പുറത്തു പോയി ആൾക്കാരെ പിടിക്കൂല. ചൂടെന്ന് നമുക്ക് ചുറച്ച് കഴിയുമ്പോൾ കൂളാകാം. കൈ ഇങ്ങോട്ടിട്. എന്താന്ന് പുതിയ കൂട്ടക്സ് ഒക്കെ വാങ്ങിയ? ഓ, അന്ന് പൈസ ഒന്നില്ലേ? അപ്പൊ ഞാൻ മേടിച്ചത്. ഓ, ഇന്നും കുറെ 12 പഞ്ചാരയും പോവും. റൂമിൽ പോകുമ്പോ അതെ റൂമിൽ പോലെ ഇവിടെ ആരിക്കണം. ഒരു മറ്റേ ഏതോ ഒരു ആനയുടെ നെറ്റിപ്പട്ട മതം തൂക്കിയിട്ടേക്കണം. ഇവിടെ ആരുമില്ലെന്നേ. എനിക്ക് തോന്നുന്നു വീട്ടുകാർ ചിലപ്പോ വന്നിട്ട് പോയിരിക്കും. അവര് ലൈറ്റ് ഇട്ടേക്കല്ലേ? നേരത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ അത് മനസ്സിലായില്ലേ? ഇവിടെ ആരും വരൂലെന്നേ, എനിക്ക് ഉറപ്പല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ.
ആ ഏണിയില്ലേ പുഴു വന്നിരുന്നു തോന്നുന്നു. ചൊറിയുന്നല്ലേ? ചൊറിയാണ്. നീ ഇതെങ്ങനെ ഏണി വലിഞ്ഞ് കയറിയ? പിന്നെ കയറിയല്ലേ പറ്റൂ. നീ ഫ്രണ്ടിൽ ഞാനീ കയറുമ്പോൾ ചന്തം തന്നെ എനിക്ക് ബാക്കിൽ നിന്ന് ഞാനീ കയറി വരെ. പിന്നെ ചക്കര നമുക്ക് കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം സംസാരിച്ച് അന്നത്തെ പോലെ ലേറ്റായ ശരിയാവത്തില്ല. കുഴപ്പമില്ല, ഞാൻ നല്ല സേഫായിട്ട് അവിടെ കൊണ്ടെത്തിക്കാം. ഇനി ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. ഇനി അടുത്ത് കുറച്ച് വർക്കുണ്ടെന്ന് തോന്നി പെയിൻറ്റിങ്ങിൻ്റെ. അപ്പൊ ഇവിടെ നിൽക്കാമല്ലോ. അത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എടുക്കുമ്പം ഞാൻ പറയാം ഇവിടെ നിന്നോട്ടാന്ന് ചോദിക്കാം. എങ്കിൽ സുഖം, എങ്കിൽ നമുക്കിവിടെ അടിച്ച് പൊളിക്കാം. അതെ, അപ്പൊ വേവിക്ക് കുക്ക് ചെയ്യുന്ന അല്ല പുകയൊക്കെ വന്നാലും കുഴപ്പമില്ലല്ലോ. ഞാൻ തന്നറിയാം. ഓ എന്തൊരു കൊതു ഭഗവാനേ. കൊതു ഭഗവാനേ. അവിടെ വേണോ? അവിടെ ഇപ്പം അവിടെ ഉമ്മ വേണോ? കൊതുകടി എന്തും കടിക്കണം. കൊതുകൊക്കെ ഉണ്ടോ അവിടെ? എന്ത് കൊതുകടി? ഭയങ്കര കൊതുകടി. പിന്നെ പറ, എനിക്ക് ഒരുമാതിരി നോക്കുവാവണം. പറ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ മറ്റേ അൽഫാമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നി. പിന്നെ ഞാൻ പറയാറില്ല. അത് നീ ഇപ്പം പറഞ്ഞു വാങ്ങിക്കൊണ്ട് വരാമല്ലോ. അപ്പൊ ഇപ്പൊ പോയി മേടിച്ചിട്ട് വരാം. ഇപ്പം പോവാ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. നിനക്ക് അവിടെ വരികയൊന്നുമില്ലല്ലോ. ഞാൻ കഥ നോക്കട്ടെ. പോയി ഫുഡ് മേടിച്ചിട്ടോ. ഫുഡ് കഴിക്കണോ? എനിക്കൊരു ഉമ്മ എന്താണ്? അതൊക്കെ പിന്നെ ഇല്ലേ പോയിട്ടോ. ഫുഡ് മേടിച്ചിട്ട് ഒരു ഉമ്മ എന്താ? ഫുഡ് മേടിച്ചിട്ട് വരാൻ. ഫുഡ് മേടിക്കട്ടെ. ഒരു ഉമ്മ എന്താ? അത് പോയിട്ടോ. ഓ ഇങ്ങനെ അത് പോകുന്നു. ദൈവമേ, എനിക്ക് പോകാനും തോന്നില്ല. ചക്കര കുട്ടി, നീ എന്തിനു നീ അങ്ങനെയൊക്കെ പറയണേ? പറയാൻ പറ്റൂല. പോയി മേടിച്ചിട്ടോ. അൽഫാ വേണം നിനക്ക്? പോയി മേടിച്ചിട്ട്. എനിക്ക് അൽഫാ വേണോടി? വേറെ എന്തോ വേണം? ബെറോട്ട വേണോടി? കുബൂസ് വേണ്ടേ? പെറോട്ട മതി. കുബൂസ് വേണ്ടേടി? എനിക്ക് കുബൂസ് വേണ്ട. ജ്യൂസ് മേടിച്ചിട്ടോ. ഓ പൈനാപ്പിൾ മതിയാ? സൂക്ഷിച്ചു പോണം കേട്ടോ. നോക്കിയിരി, അവിടെ മുത്തും കൊതു നോക്കിയിരി. കൊതു ആ കടിച്ച. പിന്നെ ഞാൻ ഇതുവഴി തന്നെ പോയിട്ട് വരാം. ഇതുവഴി തന്നെ പോയിട്ട് വരാം. നീ അവിടെ ഇരുന്നോ. എവിടെ പോയാന്നോ? ഇവിടെ ഇരുന്നപ്പോഴാണ് അങ്ങ് പോകുന്നു. കാണാതെ നിൽക്കാനും പറ്റിയില്ല. ആരെ? ഇവിടെ എന്തിനു വന്ന? എന്തിനാ ചേട്ടൻ ഇതിന് എന്ത് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നേണോ? ഇവിടെ ആരെങ്കിലും കൊണ്ടുവന്നേണോ? പിന്നെ ഞാൻ പേടിച്ചില്ല. ചേട്ടാ ഇവിടെ ആരെയും കൊണ്ടുവന്നു? ഞാൻ ആരെയും കൊണ്ടുവന്നല്ല. പിന്നെ ഓപ്പോളോ? ഇതാരെ കൂട്ടുകാരെ? ഹലോ, വെയിറ്റ് ചെയ്യാൻ എന്തിനെ? അതിന് കോള് കട്ട് ചെയ്തില്ലേ?
ആരാ നീ ആരാ? എന്തോ വിഷയം എന്തോടെ പരിപാടി? നിന്നെയൊക്കെ കുറെ നാളുകൊണ്ട് നോക്കിയിരിക്കുക. നീ എത്ര ആളുകൊണ്ടോ വരുന്നത്? നിന്റെയൊക്കെ ആവിഹിതം നടത്താനുള്ള സ്ഥലമല്ല ഇത്. ഇതാരാ? ഏത് ചേട്ടൻ? നിന്റെ ആരാ ഇത്? അനങ്ങരുത്. നിങ്ങൾ എന്തോടെ പറയുന്നത്? നിങ്ങൾ എന്തോ പറയുന്നോ? ഇയാളെ ഏതാണ്? ഇവളെ എനിക്കറിയാം. ഇവളെ എനിക്കറിയാം. എന്ത് ആര് വിളിച്ചോണ്ട് വന്നു? എന്നെ എന്റെ ഒരു കൂട്ടുകാരൻ അഞ്ഞോട്. ഏത് കൂട്ടുകാരൻ? നിന്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ട് വന്ന ഇവളെ കൂടി ഇരിക്കാനാണോ വിളിച്ചോണ്ട് വന്നത്? ആണോ? മറ്റേ പണിക്കാണോ ഇത് കെട്ടിവിട്ടേക്കുന്നത്? സൗണ്ട് കുറച്ച് സംസാരിക്കും. സൗണ്ട് വെക്കും. പറ. ഇവളോട് എത്ര ആളുകൊണ്ട് തുടങ്ങി ബന്ധം? ചേട്ടാ കാര്യം പറ, നമ്മൾ ഒരുമിച്ച് വന്നെന്ന് പറ. ആരാ? നമ്മൾ ഒരുമിച്ച് അങ്ങനെ വന്നേ? അന്റെ ആവശ്യമില്ലാത്ത വർത്താനം അല്ലാതെ പിന്നെ ഞാൻ അവിടെ അനങ്ങരുത്. ഇപ്പൊ എന്നെ ഒറ്റപ്പെടുത്തും. വരുത്താം, ആളിനെയൊക്കെ ഞാൻ വരുത്താം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ. ഡേയ്, നിന്റെ കൂടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എവനാണോ? സത്യം പറഞ്ഞോണം, ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. മിക്ക ആവശ്യമില്ലാത്ത വർത്താനം കൊണ്ട് എന്റെ പുറകെ കിടക്കരുത്. കഴിഞ്ഞ ഞായറാഴ്ച ഇവനല്ലേ നിന്റെ വീട്ടിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത്? സത്യം പറഞ്ഞോണം. ആണോ? ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ ഞാൻ അവിടെ മുകളിൽ പൈപ്പിൽ വെള്ളം തുറക്കാൻ വന്നു. പൈപ്പിൽ വെള്ളം തുറക്കാം. യവനും ഇവളും കൂടെ ഇവിടെ മറ്റേ പണിയാണ്. അയ്യേ, ചോദിക്കുന്നതിന് കാര്യം പറഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്. എങ്ങനെ ഇവിടെ വന്നേ? ഇവിടെ എന്നെ ഒരു കൂട്ടുകാരെ ഇപ്പൊ എന്നെ കൊണ്ടുവന്നു. ഇതാര്? ഒരു അച്ഛനും ഒരു മോളും കൂടെ അഞ്ഞോട്ട് വിളിച്ചു. അച്ഛനും മോളും? ഇവിടെ അച്ഛനും മോളും ഒന്നും ഇല്ല. ഏത് അച്ഛനും മോളും? അവള് പറയട്ടെ, ചെയ്തോ ചെയ്തില്ലേ? അതിൻ്റെ കൂടെ ആരുടെ വന്ന? ചേട്ടൻ്റെ കൂടെ അല്ലേ ഇവര് ഇവിടെ വന്നപ്പോ കണ്ടല്ലേ? എന്തരണ്ണ ഇങ്ങനൊരു അടച്ചടങ്ങുന്ന വീടിനകത്ത് കയറി വരുമോ? ഞാൻ പൈപ്പിൽ വെള്ളം തുറക്കാൻ വന്നാട്ടാണ്. അയാൾ പൈപ്പിൽ വെള്ളം തുറന്നുവിടാൻ വന്നതാ. ഇവിടെ ഉണ്ടറക്കാരൻ ഇവിടെ എന്തോ കാര്യം? ഞാൻ നല്ല രീതിയിൽ അടിക്കറി കിടന്നെന്തിന്? അടി കിടക്കായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഈ അടി കിടക്കണം. അപ്പൊ ഇങ്ങനെ വേറെ ആരെങ്കിലും കൊണ്ടുവന്നു ചെയ്തൊക്കെ കണ്ടപ്പോ കണ്ടാണ്. ഈ ഫോണിൽ വല്ല ഷൂട്ട് ചെയ്താ? ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഒന്നും ഇരിക്കാൻ വയ്യ, അടി കയറി കിടന്നെന്തിന്? ഞാൻ സമൂഹത്തിൽ വളരെ മാനോട് ജീവിക്കുന്നിടത്താണ് നിങ്ങളത് ഏറ്റവും എന്താണ് ചമ്മ പിന്നെ ചെയ്യാം. നമ്മൾ ചെയ്തൊക്കെ കണ്ടാണ് വീഡിയോ അല്ലേ? ഫോണ് ഞാൻ എന്റെ ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അവര് വന്നപ്പോ ഇവിടെ നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. പ്രശ്നം ഉണ്ടാക്കും ഇവിടെ ഇരി പറയും അവന്മാര്. അവന്മാര് വന്ന പ്രശ്നം വരെ ഞാൻ വേറെ പറഞ്ഞല്ല, നിനക്ക് എന്നെ അറിയാൻ മേതുണ്ട്. മര്യാദ ആരൊക്കെയായിരുന്നു? ആരൊക്കെയാണ് ഇതിൽ ഇവിടെ കയറി വന്നത്? രണ്ടുപേര്, അടുത്ത രണ്ടുപേര്. അത് നാട്ടുകാർ അമര ഞാൻ പറഞ്ഞു വിട്ട്. അമര വിചാരിച്ച് നിങ്ങൾ തമ്മിലാണെന്ന്. എവര് തമ്മിൽ തന്നെ അങ്ങോട്ട് വന്ന് കാണുന്ന ഞാൻ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ അവര് വന്നപ്പോ കണ്ടോളെ. ഇയാളെ കണ്ടോ? സ്വാനിവാസം പറയണ്ടുള്ള കാര്യം പറയാം. പിന്നല്ല ഞാൻ എന്തേലും പറയാ. ഞാൻ എനിക്കെന്ത് കുഴപ്പം? അല്ല അണ്ണന്റെ അണ്ണ ഇവിടെ പറഞ്ഞേ ഞങ്ങളെ വീടാണ് കേട്ടാ. ഇവനെ ഞാൻ പൊട്ടിഞ്ഞു. ഞാൻ അണ്ണ
അണ്ണാ ഞാൻ വന്നപ്പോ ഇവർ രണ്ടോട് ഇവിടെ ഇരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തോടി പെമ്പിടെ അടിച്ചാ ജയിലിൽ കിടക്കും. അത് എന്നെ അടിച്ചു നോക്കിയാണ്. ഇവനാണ് കൊടുക്കേണ്ട അങ്കിളെ. ഇവനാണ് ഈ എല്ലാ കോപ്പം ഉണ്ടാക്കി വെച്ചത്. നീ വിളിച്ചോണ്ട് വന്നിട്ട് എന്താ അങ്ങോട്ട് നീങ്ങിയില്ലേ? നീ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങളിത് കുറെ നാൾ കൊണ്ട് സഹിക്കാണ്. പറ്റിയ ആളെയാണ്ടാ ഞങ്ങൾ നിർത്തിയത്. ഇതിനു മുമ്പ് നിർത്തിയപ്പോഴല്ല നീ ഊരി പോയില്ലേ? ഇന്ന് നിൽക്കണ ആളെ ജമ്പുലിങ്ങോ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നിന്റെ അടുത്ത് എന്താ പൊട്ടിച്ചിട്ടേ ഞാൻ അല്ല നമ്മളെ ബെഡിലടി അണ്ണൻ കയറി കിടന്നിട്ട് നമ്മളെ കുറ്റം പറയണ്ട. അവരെ ബെഡ് അങ്ങനെ അവിടെ എന്റെ ബെഡ് ഈ അടി അണ്ണൻ അതാരാ? ഈ വീടിന്റെ ഓണറടാ. നിന്റെ ബെഡാ? എന്റെ അച്ഛന്റെ വീടാണത്. അണ്ണാ നീ പെണ്ണുങ്ങളെ തൊട്ട് നോക്ക്. പിന്നെ തൊട്ടാ എന്തിനു വെറുതെ എന്റെ വീട്ടില് ചോര കള മുണ്ടേശം വേണ്ട ബിജു. ബിജു കളരിയാണ് പണ്ടത്തെ. കൈ വെച്ച് നോക്കിയാണ് നിങ്ങള്. കൈ വെച്ച് നോക്കിയാണ്. അവളെ ദേഹത്ത് വെക്കരുത്. അവളെ കേസാവും പ്രശ്നം. എന്താ കേസടാ? നീയൊക്കെ രാത്രി വന്ന് ചട്ടയടിക്കാൻ വന്ന നല്ലൊരു വീട്ടിലാണ്. നിങ്ങള് പിന്നെ കട്ടിലടി കിടന്ന ചുമ്മാതെ. എന്റെ മങ്ങളുടെ ആവശ്യമായിട്ടാ ഞാൻ വന്നേ. ഓ തന്നെ നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലേ. മൊബൈലിലുള്ള ഡിലീറ്റ് ആവശ്യമുള്ള പണിയാണോ ഈ ഡാഡി ഇന്ന് ചെയ്തത്? ഞാൻ നിന്നെ എന്ത് കയറി പിടിച്ചോ? അണ്ണാ മൊബൈലോ ഡിലീറ്റ് ചെയ്യണം. ഞാൻ നിന്നെ കയറി പിടിക്കട്ടോ? അതൊന്നും പിടിക്കും. എനിക്കൊന്നും അറിയണമല്ലേ. എന്താ നീ ഇത്ര നേരം അവിടെ നിന്ന് പറഞ്ഞേ? രണ്ടമ്മമാര് വന്നപ്പോ നീ പറഞ്ഞ എന്തോ? ഞാൻ നല്ല കൂടെ ഇങ്ങനെ കയറി എന്താ ഇങ്ങനെ കയറാൻ എന്തോ? അണ്ണാ മൊബൈൽ കിടന്ന് ഡിലീറ്റ് ചെയ്യണം. ഒന്നുമല്ലാത്ത ഓപ്പണിന് കിട്ടി. ഓപ്പണ വാ ഓപ്പണ. കാണിച്ചു കഴിഞ്ഞാണല്ലോ അവിടെ ഇരി. ഞാൻ എവിടെയായിട്ട് ഉണ്ടാക്കാൻ വെള്ളം കുടിക്കട്ടെ. രണ്ടുപേരും ഇങ്ങോട്ട് വന്നപ്പോ കാണോ എണ്ണ എടുത്തുകൊള്ളാതെ ഞാൻ എവിടെ കൂടെ ഇരുന്ന് നിന്നെ ഞാൻ ചാവും. നിന്നെ അമ്മേനകത്ത് ന്യായമൊന്നും എന്റെ അടുത്ത് പറയരുത്. പറഞ്ഞാൽ നിനക്കും നീ ഇന്ന് വെളി ഇറങ്ങുന്നില്ല. ഇന്ന് നീ വെളി ഇറങ്ങി നിനക്ക് പണിയാണ്. ഇപ്പൊ നിങ്ങളെ കണ്ടിട്ടാണ് ഇത്ര കിടന്ന് ഇളവുന്നത്. പിന്നെ ഞാൻ വന്നില്ലേ? ഞാൻ പറഞ്ഞ എന്തൊരു വിഷയമായിട്ട് വന്നല്ലോ, ഓപ്പോൾ വന്നല്ലോ. ഞാൻ വന്നില്ലേ? എന്തെങ്കിലും വിഷയമുണ്ടോ? ഞാൻ വന്നില്ലേ? സ്വർണ്ണാക്കിയ പോലെ ഓപ്പോൾ വന്നില്ലേ? നമ്മൾ ആളിനെ പൊക്കണമെന്ന് പറഞ്ഞ് ബിജു നമ്മൾ ആളിനെ പൊക്കി. ഒന്നും ഇപ്പൊ നീ അടങ്ങിയല്ലടാ. പുള്ളിയുടെ തനി സുഖം കണ്ടപ്പോ നീ ഇപ്പൊ നിനക്ക് മിണ്ടാട്ടമില്ല. രണ്ടെണ്ണത്തിനും ഇല്ലടി, രണ്ടെണ്ണത്തിനും മിണ്ടാട്ടമില്ല. പുറത്തൊന്നും പറയില്ല. ആണൊരുത്തം വരുവടാ. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് കാണൊരുത്തം വരുന്ന ആലോചിക്കണം. സമാധാനം കഴിഞ്ഞില്ലേ? ഞാൻ പറയുന്നത് വിഷയം ഞാൻ വന്നില്ലേ? വരാ വാങ്ങ. നിനക്ക് എന്തോ പറയാനുള്ളേ? കുറച്ച് പറയും. ഇവിടെ എവിടാ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? ഇങ്ങോട്ട് വന്നേന്തിനാ? കൗമുദി ടിവിയുടെ ഓമൈ കൂടെ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതാണ്. അവിടെ ക്യാമറ നീ എന്നെ പ്രാന്ത് അതിനെ അടിക്കുകയൊക്കെ ചെയ്തു. എല്ലാം കേട്ടല്ലേ അപ്പോൾ പറഞ്ഞതെല്ലാം? ഇത്രേ ചതി എന്നോട്. നിസ്സാരപ്പെട്ട സർപ്രൈസ് അല്ല പൊന്നുരയിത്തെ. നിന്റെ ദൈവാധീനം, നിന്റെ വീട്ടുകാരുടെ പ്രാർത്ഥന, അതുകൊണ്ട് നിന്റെ ജീവൻ നിലനിൽക്കുന്നു. അതുപോലെ വിനീതയുടെ ഇങ്ങനെ അതിക്രമിച്ച് കയറിയാൽ ബിജുവിനെ പോലുള്ള ആളിനെ തന്നെ കെയർടേക്കറായിട്ട് വയ്ക്കണം. പിന്നെ ജമ്മത്തമായി
ആ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നത്. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം.